അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കുടുംബാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവ രക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥ് മിനിസ്ട്രി ഒരുക്കുന്ന പാടി സ്തുതിക്കാമെന്ന ജീവിത സാക്ഷ്യ പ്രോഗ്രാമിന്റെ 110ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ ദൈവകൃപയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരുന്ന അനുഗ്രഹീതമായ ഒരു ജീവിത സാക്ഷ്യവും 12 ഗാനങ്ങളും കേട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയവനായ ദൈവം ഇന്ന് രാത്രി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് അടുത്തും അകലെയും നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ആത്മസന്തോഷത്തോടെ നിറഞ്ഞ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ തന്റെ ജീവിത പ്രവർത്തന മേഖലകളെ കുറിച്ചുള്ള സാക്ഷ്യവും ദൈവം ഇന്ന് രാത്രി നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചെറിയ സന്ദേശവും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായി ദൈവം കൃപ നൽകട്ടെ. പ്രിയപ്പെട്ടവരെല്ലാം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം. ഇത്രത്തോളം എല്ലാ അനുകൂല ചുറ്റുപാടുകളും ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അനുഗ്രഹീതമായ ദൈവകൃപയോടുകൂടെ ആ ദൈവിക തേജസ് നിറഞ്ഞ 2 ഗാനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. ഗാനം ആലപിക്കുന്ന പ്രിയദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. എല്ലാ ദൈവകൃപയും നൽകി ബലപ്പെടുത്തണം. അതുപോലെ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ദൈവദാസനാട് സ്തോത്രം. തന്റെ ജീവിത സാക്ഷ്യം ഞങ്ങളോട് അറിയിക്കുമ്പോൾ കർത്താവെ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുവാൻ, ദൈവത്തിന്റെ ദൂതായി തന്നെ അത് മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ കടമകളെ തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഇടയാകണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും കാലാവസ്ഥയും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. ഒരു തടസ്സങ്ങളും കൂടാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോടുകൂടെ ഇരിക്കണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. കടന്നു വരുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുകയാണ്. നമ്മുടെ 110ാമത്തെ എപ്പിസോഡിലേക്കാണ് ഈ സാക്ഷി പ്രോഗ്രാം കടന്നു വന്നിരിക്കുന്നത്. 109 എപ്പിസോഡുകൾ കർത്താവ് വളരെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വളരെ കൃപ അനുഭവിച്ചുകൊണ്ട് അനേക ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് വിജയദാസ് അലക്സാണ്ടർ തിരുവനന്തപുരം നമ്മളോടുകൂടെ ഉണ്ട്. പ്രിയദാസിന്റെ ജീവിത അനുഭവങ്ങളിലേക്ക് നാം കടന്നു പോവുകയാണ്. ദൈവം തന്നെ വിടുവിച്ച വിധങ്ങൾ, കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങൾ, പ്രവർത്തന മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കഷ്ടതയും കണ്ണുനീരും നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ, ഇതൊക്കെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ പ്രിയദാസിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവാത്മാവ് നമ്മളോടും സംസാരിക്കുമാറാകട്ടെ. പ്രിയദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ രാജു ജോർജ് അങ്കമാലി അവറുകളാണ്. പ്രിയദാസന് ദോഹയിലായിരിക്കുന്നു. പ്രിയദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാംഭീര്യമായി ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് രാത്രി 2 ഗാനങ്ങൾ പ്രിയ കർത്താവിന്റെ ദാസനിൽ നിന്ന് കേൾക്കുവാനുള്ള ഒരു സമയം നമുക്കുണ്ട്. പ്രിയദാസനെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. മറ്റ് മിനിസ്ട്രിയുടെ കൂടെയായിട്ടായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമഗ്രേശാൻ, അങ്ങനെ മറ്റ് പ്രിയപ്പെട്ടവര് വിദേശത്തുനിന്ന് സ്വദേശത്തുനിന്ന് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയില് ദൂരെ നിന്ന് അനേക പ്രിയപ്പെട്ടവർ നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ ദാസൻ ജോയ് ജോൺ കുവൈറ്റ് അവറുകൾ, അതുപോലെ ഇവാഞ്ചലിസ്റ്റ് എൻ രാജേന്ദ്രൻ അവറുകൾ, അതുപോലെ പ്രിയ ദാസൻ
റിച്ചാർഡ് പോളോ എല്ലാവരും ഉണ്ട് നമ്മോട് കൂടെ. കൂടാതെ ന്യൂയോർക്കിൽ നിന്ന് ഡേവിഡ് ബാബു അവറുകളുണ്ട്. ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭ ഗാനത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. ആ ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു: ക്രൂശിനെ മറക്കാവതോ യേശുനാഥ നിൻ സ്നേഹത്തെയും. ഒരിക്കലും ക്രൂശിനെ മറന്ന് നമുക്കൊരു ജീവിതമില്ല എന്നർത്ഥം ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം കർത്താവിന്റെ ദാസൻ രാജു ജോർജ് ദോഹ അവറുകൾ ആലപിക്കുന്നു. പ്രിയദാസനെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ക്രൂശിനെ മറക്കാവതോ യേശുനാഥ നിൻ സ്നേഹത്തെയും. ക്രൂശിനെ മറക്കാവതോ യേശുനാഥ നിൻ സ്നേഹത്തെയും. നിൻ കരങ്ങളാ കുഷ്ഠം ഭേദമായി, നിന്റെ വാക്കിനാ മൃതരിൽ ജീവനാ. കടലും ശാന്തമായി മനവും ശാന്തമായി, എന്നിൽ നവജീവനും ജാതമായി. നിൻ കരങ്ങളാ കുഷ്ഠം ഭേദമായി, നിന്റെ വാക്കിനാ മൃതരിൽ ജീവനാ. കടലും ശാന്തമായി മനവും ശാന്തമായി, എന്നിൽ നവജീവനും ജാതമായി. ക്രൂശിനെ മറക്കാവതോ യേശുനാഥ സ്നേഹത്തെയും. ക്രൂശിനെ മറക്കാവതോ യേശുനാഥ സ്നേഹത്തെയും. നരരിൻ പാപത്തിൻ ഭാരം പേറിയും നിറയും സ്നേഹത്താൽ ജീവനേകിയും, ഗോൽഗോഥായിലെ മലയിൻ നെറുകയിൽ യാഗമായി നീ തീർന്നുവല്ലോ. നരരിൻ പാപത്തിൻ ഭാരം പേറിയും നിറയും സ്നേഹത്താൽ ജീവനേകിയും, ഗോൽഗോഥായിലെ മലയിൻ നെറുകയിൽ യാഗമായി തീർന്നുവല്ലോ. ക്രൂശിനെ മറക്കാവതോ യേശുനാഥ നിൻ സ്നേഹത്തെയും. ക്രൂശിനെ മറക്കാവതോ യേശുനാഥ നിൻ സ്നേഹത്തെയും. ദൈവനാമത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെയും
അതുപോലെ ക്രൂശിനെയും നമുക്ക് മറക്കാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതത്തോണി ആ സ്വർഗതീരം ചേരുന്നത് വരെ ആ ഓർമ്മ നമ്മോടുകൂടി ഉണ്ടാകും. നാം ക്രൂശിനെ ആരാധിക്കുകയല്ല, ക്രൂശ് നമ്മുടെ ഒരു ദൈവമല്ല. പക്ഷെ ആ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി ലോകത്തിലെ ആർക്കും ചെയ്യാൻ കഴിയാത്ത, ചെയ്യാനാവാത്ത സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രദർശനമാണ്. അതുകൊണ്ട് നമുക്കത് മറക്കാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറ്റൊരു ഗാനം ഇങ്ങനെ പാടുന്നു: ഇരുളങ്കം നിറയുന്ന ഇവിടുള്ള വാസത്തെ നാം ഒരു നാൾ വിട്ടിടും, പരലോക ചേർന്നിടും, വാഴും എന്നാളും ആനന്ദം കൊണ്ടാടിയിടും. ജീവിതത്തോണി സ്വർഗതീരം ചേരാൻ കാലമിനി ഏറെയില്ല പാരിൽ എന്നാരംഭിക്കുന്ന വളരെ അനുഗ്രഹീതമായ ചിരപ്രതിഷ്ഠമായ ഒരു ഗാനം പ്രിയ കർത്താവിന്റെ ദാസിൽ നിന്ന് വീണ്ടും നമുക്ക് കേൾക്കാം. അത് ആലപിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസിനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ജീവിതത്തോണി സ്വർഗതീരം ചേരാ കാലമിനി ഏറെയില്ല പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഇരുളെങ്ങും നിറയുന്ന ഇവിടുള്ള വാസത്തെ വിട്ടിടും ഒരു നാളിൽ നാം. ഇരുളെങ്ങും നിറയുന്ന ഇവിടുള്ള വാസത്തെ വിട്ടിടും ഒരു നാളിൽ നാം. പരലോകെ ചേർന്നിടും വാഴും എന്നാളും ആനന്ദം കൊണ്ടാടിടും. പരലോകെ ചേർന്നിടും വാഴും എന്നാളും ആനന്ദം കൊണ്ടാടിടും. ജീവിതത്തോണി സ്വർഗതീരം ചേരാ കാലമിനി ഏറെയില്ല പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. കടലിൽ വൻതിരയേറ്റു അലയാതെ എൻ തോണി കര ചേർക്കും കരുണാമയൻ. കടലിൻ വൻതിരയേറ്റു അലയാതെ എൻ തോണി കര ചേർക്കും കരുണാമയൻ. കഷ്ടങ്ങൾ തീർന്നിടും ദുഃഖം മാറിടും കർത്താവിൽ ആനന്ദിക്കും. കഷ്ടങ്ങൾ തീർന്നിടും ദുഃഖം മാറിടും കർത്താവിൽ ആനന്ദിക്കും. ജീവിതത്തോണി സ്വർഗതീരം ചേരാ കാലമിനി ഏറെയില്ല പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. എന്നേശു വന്നിടും എന്നെയും ചേർത്തിടും തൻ സ്വന്ത്യ രാജ്യത്തിനാ. എന്നേശു വന്നിടും
ചേർത്തിടും എന്നെയും ചേർത്തിടും തൻ സ്വന്ത രാജ്യത്തിനാ പ്രത്യാശയേറുന്നു കാന്തൻ കൂടെന്നും വാണിടാൻ സിയോൻ പുരയെ പ്രത്യാശയേറുന്നു കാന്തൻ കൂടെന്നും വാണിടാൻ സിയോൻ പുരയെ ജീവിതത്തോണി സ്വർഗതീരം ചേരാ കാലമിനി ഏറെയില്ല പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുകയാണല്ലോ. രണ്ട് അനുഗ്രഹീതമായ ഗാനങ്ങൾ കർത്താവിന്റെ ദാസൻ ബ്രദർ രാജു ജോർജ് ദോഹയിൽ നിന്ന് കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ വിജയദാസ് അലക്സാണ്ടർ സുവിശേഷകൻ നമ്മോടുകൂടെയുണ്ട്. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസിൽ നിന്നും അനുഗ്രഹീതമായ ജീവിത അനുഭവം കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹീതമായ ഒരു അവസരം കർത്താവ് തന്നിരിക്കുകയാണ്. ഇനിയുള്ള അല്പസമയം കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങൾ കേൾക്കുവാൻ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിന്റെ ദാസനെ ഈ സമയം എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയുടെ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ സൂം മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകാൽ കാൽവറിനാഥം മിനിസ്ട്രിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കും ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷ് ബ്രദർ എളിയവനോട് ഈ കാര്യം ഓർപ്പിച്ചു. പ്രത്യേകാൽ പ്രാർത്ഥനയോടുകൂടെ ഇത്രയും ദൈവജനത്തിന്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം അവസരം നൽകി. അതിന് മുഖാന്തരമായി തീർന്ന ദൈവദാസന്മാരെ ദൈവ സന്നിധിയിൽ ഓർക്കുകയും പ്രത്യേകമായ നന്ദി ഈ സമയം അറിയിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെയും ജനനം മുതൽ വേർതിരിച്ച് വിളിച്ച ആ ഒരു അനുഭവത്തെ കുറിച്ച് ഇന്ന് രാത്രിയിൽ മാന്യ ശ്രോതാക്കളായിരിക്കുന്ന ദൈവമക്കളോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ 1978 ഏപ്രിൽ 24 ടി അലക്സാണ്ടർ ക്രിസ്റ്റൽ ബായി ദമ്പതികളുടെ മകനായി തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ പറണ്ടോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാതാപിതാക്കൾ ആ ഭക്തിയിൽ വളർത്തുവാൻ ഇടയായിട്ട് തീർന്നു. ചെറുപ്പകാലം മുതൽ വേദപുസ്തകം വായിക്കുവാനും വാക്യങ്ങൾ പഠിക്കുവാനും അങ്ങനെയുള്ള ആത്മീയ സന്തോഷത്തിൽ ജീവിച്ചു. എന്നാൽ ബ്രദറൻ പശ്ചാത്തലത്തിലായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഞാൻ ഒരു ഭവനയോഗത്തിൽ സംബന്ധിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള അവസരം എനിക്കുണ്ടായത്. കർത്താവിൻ്റെ ദാസൻ, ഒരുപക്ഷെ മിക്കവാറും പേരും അറിയുന്ന TP കനകരാജ് എന്ന ദൈവദാസൻ ഒരു ഭവനയോഗത്തിൽ ദൈവവചനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനവാന്റെയും ലാസറിന്റെയും ആ ഒരു ചരിത്രം താന് വിശദീകരിക്കുകയായിരുന്നു. അവിടെ രക്ഷിക്കപ്പെടാത്ത ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് സുവിശേഷം അനേക നാളുകൾ പറഞ്ഞിട്ടും രക്ഷിക്കപ്പെടാതിരുന്ന അനുഭവമുണ്ട്. എന്നാൽ പ്രത്യേക അദ്ദേഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ സന്ദേശം അവിടെ പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ അന്ന് രാത്രി എൻ്റെ ഹൃദയം കർത്താവിന് സമർപ്പിക്കുവാനും
രക്ഷയുടെ അനുഭവത്തിൽ വരുവാൻ ദൈവം സഹായിച്ചു. 15-ാമത്തെ വയസ്സിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ, വേർപെട്ട ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വലിയവനായ ദൈവം നൽകി തന്നു. അതും നന്ദിയോടുകൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഓർക്കുകയും ചെയ്യുകയാണ്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം ആത്മീയ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പോലും കടന്നു വരുവാനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കൂടാതെ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷ വേലയോടുള്ള അതിയായ താല്പര്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി പഠിച്ചുവെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. പിതാവിൻ്റെ അനാരോഗ്യ സ്ഥിതികളും അതുപോലെ ഭവനത്തിലെ ദാരിദ്ര്യ ദുഃഖങ്ങളും ഞാൻ തുടർന്ന് പഠിക്കുവാൻ കഴിയാതെ കൂലിപ്പണിക്ക് പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കടന്നുപോയി. എൻ്റെ ഇളയ 2 പെങ്ങന്മാരുണ്ട്. അവരെ പഠിപ്പിക്കണം. 3 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഞെരുക്കം വളരെ ബുദ്ധിമുട്ടായത് കാരണം ഞാനും കൂലിപ്പണിക്ക് പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. ആ സമയത്തും ഞാൻ സുവിശേഷ താല്പര്യത്തോടെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. എന്നോടുകൂടെ പാരലൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ ട്രാക്റ്റും ബുക്ക്ലെറ്റും ഒക്കെ കൊടുക്കുന്ന ആ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. എന്നെ അതിനെ പ്രേരിപ്പിച്ചത് അനുഗ്രഹീത കർത്തദാസൻ ചാൾസ് ജോൺ സാറിൻ്റെ ഒരു സാക്ഷ്യമാണ്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ട്രാക്റ്റ് കൊടുക്കുമായിരുന്നു എന്ന് താനൊരു ക്യാമ്പിൽ പറഞ്ഞത് എന്നെ ചലഞ്ച് ചെയ്യുവാനായിട്ടിടയായി. അത് കേട്ടിട്ട് ഞാനും എൻ്റെ സഹപാഠികൾക്ക് ട്രാക്റ്റും ബുക്ക്ലെറ്റും കൊടുക്കുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരോട് അങ്ങനെ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ടിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളിയെക്കുറിച്ച് ഓർപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഒരു പൂർണ്ണസമയ സുവിശേഷകനായിട്ട് വേർതിരിഞ്ഞ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയല്ല. കാരണം സുവിശേഷകന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരിൽ, എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ചില ദൈവദാസന്മാരുണ്ട്, അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കഴിയുന്ന മാറി നിൽക്കുവാനായിട്ട് ശ്രമിച്ചു. തന്നെയുമല്ല, അപ്പോൾ തന്നെ സുവിശേഷ വേലയിൽ താല്പര്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലസഭയിലുള്ള ദൈവദാസൻ പ്രവർത്തനത്തിന് കടന്നു പോകുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സാമ്പത്തിക കൂട്ടായ്മ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും, എനിക്ക് അവധി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലും സഹോദരന്മാർ ജോലി മെനക്കെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിപ്പോണം, അവർക്കൊരു ദിവസത്തെ വഴിച്ചെലവിനുള്ള കാശും ഒക്കെ ഞാൻ തരാം എന്ന് പറയുവാനായിട്ടിടയായിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹം കാശ് മടക്കി തന്നിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം അങ്ങനെ പ്രവർത്തനത്തിന് പോകാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാനായിട്ടിടയായി. അതെൻ്റെ ഹൃദയത്തിന് വലിയ ഒരു ഭാരമായിട്ട് തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നീ തന്നെയാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടുന്നത്, മറ്റൊരാളല്ല എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ആ നിലയിൽ ഞാൻ ഭൗതികമായിട്ടുള്ള, അത് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, അതായത് മേസ്തിരിപ്പണിയാണ് എങ്കിൽ തന്നെയും വളരെ തിരക്കുള്ള ഒരു ജോലി തന്നെയായിരുന്നു. അവിടെയും ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. പൂർണ്ണമായും കർത്താവിൻ്റെ വേലയ്ക്ക് വേർതിരിയുവാനായിട്ടുള്ള ആ ഒരു നിർബന്ധം എൻ്റെ മേൽ വന്നു. ഞാൻ 2004 കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വാസ്തവത്തിൽ അത് ഭവനത്തിലുള്ള പലർക്കും അത് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ ഒരു വരുമാന മാർഗം നിലച്ചു പോയത് കൊണ്ടുള്ള ഒരു പ്രയാസം പലരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു. തന്നെയുമല്ല, സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കം അനുഭവിച്ച് ഞങ്ങൾ വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് അല്പം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴും എൻ്റെ ഇളയ സഹോദരി തിരുവല്ല മെഡിക്കൽ മിഷനിൽ നഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. അവിടെ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നതും ചിലവുകളും ആയിട്ട് പിതാവിൻ്റെ വരുമാനം തികയാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, വളരെ ദാരിദ്ര്യത്തിലായിരുന്ന സമയത്തും ദൈവം നമ്മളെ നടത്തും പുലർത്തും എന്നുള്ള ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ എൻ്റെ മാതാവിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആ നിലയിൽ ദൈവം ധൈര്യം തന്നതുകൊണ്ട് ഞാൻ പിന്മാറിയില്ല.
കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാൻ തന്നെ ധൈര്യത്തോടെ തീരുമാനമെടുത്തു. ഞാൻ ആ വർഷം 2005 വർഷത്തെ ബാച്ചിൽ കുമ്പനാട് ബദനി ബൈബിൾ സ്കൂളിൽ പോയി അവിടെയുള്ള ദൈവവചന പഠനം പൂർത്തിയാക്കുവാനും മടങ്ങി വന്ന് ഞാൻ ആ നാളുകളിൽ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ചേരപ്പള്ളി ബ്രദർ അസംബ്ലിയിൽ കർത്താവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ അവിടെ പ്രവർത്തിക്കുന്ന ജപമണി എന്ന കർത്തദാസനോട് ചേർന്ന് സ്ഥലസഭയുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുക മാത്രമല്ല YMEF സുവിശേഷകൻ ബാലസംഘം കൂടാതെ ഇവിടെയുള്ള സുവിശേഷകന്മാർ ചേർന്നുള്ള മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിച്ചു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചു. ഞാൻ കുമ്പനാട് ബദനി ബൈബിൾ സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഒടുവിലത്തെ ആ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്ന ദിവസത്ത് അവിടെ ഓരോരുത്തരും ഭാവിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്ക് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന്, എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം, എൻ്റെ പഞ്ചായത്തിൽ ഒരു ബ്രദറൻ സ്ഥലസഭ ഒരു കുടിവരം ഉണ്ടാകണം. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തില് ഞങ്ങൾ മാത്രമാണ് ഒരു ബ്രദറൻ കുടുംബം ഉള്ളത്. ഇപ്പൊ അടുത്ത സമയത്ത് ഒരു സഹോദരന്റെ ഭവനവും കൂടെ അവിടെ വന്നിട്ടുള്ളതായിട്ട് അറിഞ്ഞു. പേരൂർക്കട അസംബ്ലിയിലുള്ള ഒരു കുടുംബം ആ പഞ്ചായത്തിലേക്ക് താമസം ഇങ്ങനെ മാറിയതായിട്ട് അറിഞ്ഞു. എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അവിടെ പറഞ്ഞു. കൂടാതെ കേരളത്തിന് പുറത്ത് കഴിയുന്നിടത്തോളം പോയി കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ അന്ന് കുമ്പനാട് ബദനിയിൽ നിന്നും പുറത്ത് വരുവാനായിട്ടിടയായിട്ട് തീർന്നത്. ആ ആഗ്രഹം ദൈവം സഫലമാക്കി തന്നു. 2006 മുതൽ ഞാൻ കർണാടകയിൽ YMEF സൗത്ത് ഡിവിഷൻ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് കടന്നുപോയി പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. വാസ്തവത്തിൽ എനിക്ക് കന്നഡ ഒട്ടും അറിയത്തില്ല, മലയാളമല്ലാതെ വേറൊരു ഭാഷയും അറിയത്തില്ല. പക്ഷേങ്കിൽ അവിടെ ചെന്ന് 2 മാസം അവിടെ താമസിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കന്നഡ മെസ്സേജ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ടുള്ള കൃപ ദൈവം തന്നു. കൂടാതെ ആ ഭാഷ പഠിക്കാനും ദൈവം കൃപ തന്നു. എന്നാൽ ആ 2 മാസം ആദ്യമായി 2006 ജനുവരിയിൽ അവിടെ കടന്നുപോയ സമയത്ത് തന്നെ വലിയൊരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായത്, ഞങ്ങളൊരു ഗ്രാമത്തിൽ, അതായത് ആ മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും ബോർഡർ ഭാഗത്ത്, ഏതാണ്ട് ഗദഗ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ കടന്നുപോയതായ സമയത്ത് ഒരു ഗ്രാമത്തിൽ ഞാനും ഒരു സഹോദരനുമായിട്ട് ഒരു ഭവനത്തിൽ കയറി. അദ്ദേഹം കർണാടക സ്വദേശിയാണ്, ധർമ്മപ്പ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോൾ ഹസനിൽ അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്യുന്ന സുവിശേഷകനാണ്. അദ്ദേഹവും ഞാനുമായിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ട്രാക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ അവിടുത്തെ ഗൃഹനാഥൻ അദ്ദേഹം വളരെ ചൂടായി സംസാരിച്ചു. ഞങ്ങളെ അവിടെ നിന്നും ഓടിക്കുവാനായിട്ടിടയായി. പുറകെ കല്ല് പറക്കി എറിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ ടീമിന്റെ വാഹനത്തിന്റെ അടുത്ത് വന്നു. ആ ഗ്രാമം മുഴുവനും ഇളകി. ഞങ്ങളെ ആ ഗ്രാമത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരടക്കം വലിയൊരു സംഘം ആളുകൾ വാഹനത്തെ വളയുവാനിടയായിട്ട് തീർന്നു. വാസ്തവത്തിൽ ഞാൻ ഈ ഒരു അനുഭവം കേരളത്തിൽ നിന്ന് പോയി എനിക്കിതൊരു വലിയ ഒരു പ്രത്യേകമായ ഒരു അനുഭവമായിട്ട് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതും ഞങ്ങൾ വളരെ സുരക്ഷിതരായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതുമായിരിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായി. ഞങ്ങളെ വാഹനമടക്കം കത്തിക്കുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തതാണ്. എന്നാൽ അത്ഭുതകരമായിട്ട് ദൈവം അവിടെ നിന്ന് രക്ഷിച്ചു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ മടങ്ങി വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാര് എന്നെ വിളിച്ചു. വീണ്ടും ഇതുപോലൊരു അവസരമുണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ദൈവദാസൻ പറഞ്ഞതാണ്, ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, കാരണം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നേരത്തെ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഭയം മാറി. കാരണം ദൈവം ഏത് സാഹചര്യത്തിൽ നമ്മളെ വിടുവിക്കും എന്നുള്ള ആ ധൈര്യം എനിക്ക് ലഭിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും കടന്നു പോകുവാനായിട്ട് നോർത്തേൺ കർണാടകയുടെ പല ജില്ലകളിലും പോയി പ്രവർത്തിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. പിന്നെ ആ ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇപ്പോഴും അവിടെയുള്ള സഹോദരന്മാരെ ക്ഷണിക്കുകയും ഇടയ്ക്കെല്ലാം അവിടെ കടന്നുപോയി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്ടിലെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ കടന്നുപോയി. പോണ്ടിച്ചേരി കൂടാതെ കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഒക്കെ ആ പ്രവർത്തനം സഹകരിപ്പാൻ ദൈവം അവസരം നൽകി. അതുപോലെ തന്നെ സുവിശേഷൻ ബാലസംഘത്തിന്റെ
ഒരു ശാഖാ സെക്രട്ടറി ആയിട്ട് എൻ്റെ ഒരു 17ാമത്തെ വയസ്സിൽ ഞാൻ ആ പ്രവർത്തനത്തിൽ സഹകരിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു. കാരണം എനിക്ക് 13ാമത്തെ വയസ്സിൽ രക്ഷയുടെ അനുഭവത്തിൽ വരാൻ കഴിഞ്ഞതുകൊണ്ട് 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് രക്ഷിക്കപ്പെടുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കുഞ്ഞുങ്ങളുടെ മധ്യയുള്ള മിനിസ്ട്രിയും ആ നിലയിൽ വളരെ താല്പര്യപൂർവ്വം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകി. ഈ ദിവസങ്ങളിൽ ഞാൻ തിരുവനന്തപുരം സെന്റർ സെക്രട്ടറി ആയിട്ട് SBS-ന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ദൈവം നൽകിയിരിക്കുന്നു. പ്രത്യേകാൽ ആ വിധത്തിലും ദൈവം വളരെയധികം കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം വളരെ കൃപ തന്ന് മാനിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം മാറ്റിവെക്കുവാനായിട്ട് കാരണമായിട്ട് തീർന്നത് വർഗീസ് കുര്യൻ സാറിൻ്റെ ഒരു ക്ലാസ്സാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ബദനിയിൽ ക്ലാസ് എടുത്തപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം തെറ്റായ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കല്യാണം കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണത്. ഇപ്പോൾ തന്നെ കഴിക്കണമെന്നല്ല, സ്ഥലത്ത് പോയി വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അത് ശരിയാവും എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കർത്താവിൻ്റെ വേലക്കാര് എങ്ങനെയുള്ള വിവാഹമാണ് കഴിക്കേണ്ടത് എന്നെല്ലാം വളരെയധികം പറയുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. ഏതായാലും ദൈവം 2008 പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് തക്കതായൊരു തുണയെ ദൈവം തന്നു. റീന എന്നാണ് ഭാര്യയുടെ പേര്. ഞങ്ങളുടെ ലോക്കൽ അസംബ്ലിയുടെ തൊട്ടടുത്ത് തന്നെ അയൽ സഭയായിരിക്കുന്ന ചിറ്റിക്കോണം ബ്രദർ അസംബ്ലി, ഞാനിപ്പോൾ സൂക്ഷിക്കുന്ന ചിറ്റിക്കോണം ബ്രദർ അസംബ്ലിയിലുള്ള ഫാമിലിയിൽ ബാബു ലിസി ദമ്പതികളുടെ മകളായിട്ടുള്ള റീന എന്ന മകളെ വിവാഹം ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നു. ഞങ്ങൾക്ക് ദൈവം 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി തന്നു. മൂത്ത മകളുടെ പേര് കേബാദാസ് എന്നാണ്. അവളിപ്പോൾ 10ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകൾ ഹെപ്സീബ, ആ മോളിപ്പോൾ 7ൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയും ദൈവം അതാത് സമയങ്ങൾ നൽകിയതുകൊണ്ട് ഇതുവരെയും വളരെ അനുഗ്രഹീതമായ നിലയിൽ ആ കാര്യം മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം കൃപ നൽകുന്നു. മൂത്ത മകൾ 1 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹമായിരുന്നു, ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് സ്നാനപ്പെടാനോ രക്ഷിക്കപ്പെടാനോ കുഞ്ഞുങ്ങൾക്കിടയാകരുത്. ഞാൻ അവർ ജനിക്കുമ്പോൾ തന്നെയുള്ള എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു, അവർ ദൈവാത്മാ പ്രേരണയാൽ അവർ വീണ്ടും ജനിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ദൈവം അത് സാധിപ്പിച്ചു. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യമാണ്. 2ാമത്തെ മകളും ചില നാളുകൾക്ക് മുമ്പ് കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാനായിട്ട് ദൈവം കൃപ ചെയ്തു. 2 കുഞ്ഞുങ്ങളെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളർത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തുടർന്നും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ സ്ഥലസഭ ചിറ്റിക്കോണം ബ്രദർ അസംബ്ലി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ OMEF, SBS കൂടാതെ മാസായ വേല എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ഔട്ട്റീച്ച് പരസ്യയോഗം ഉണ്ട്. അത് കഴിയുന്നിടത്തോളം ഞാൻ സഹകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. കൂടാതെ ഞാനിവിടെ ഈ സ്ഥലസഭയിൽ കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു പ്രാർത്ഥനയും ആഗ്രഹമായിരുന്നു, എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ സഹകരിക്കുവാനായിട്ട് ഒരു യുവ സഹോദരനെ സുവിശേഷകനായിട്ട് ദൈവം മുന്നോട്ട് കൊണ്ടുവരണം. ദൈവം ആ കാര്യവും പ്രാർത്ഥന കേട്ടു. ഷിബിൻ BS എന്ന് പറയുന്ന ഒരു യുവ സഹോദരനെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞങ്ങളുടെ സ്ഥലസഭയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ കുടുംബമായിട്ട് ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ സഹകരിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള വിതുര എന്ന പ്രദേശത്ത് ഒരു ചിൽഡ്രൻസ് ക്ലബും അതിനോടനുബന്ധിച്ചുള്ള ആത്മീയ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. അവിടെ നിന്നും ഒരു കുടുംബവും ഒരു ഭവനത്തിൽ നിന്ന് ഒരു യുവ സഹോദരനും ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് മുമ്പോട്ട് വരുന്നു. അവിടെ ഒരു സ്ഥലസഭാ സാക്ഷ്യം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ പൊന്മുടി റൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു ആനപ്പാറ എന്ന സ്ഥലമുണ്ട്. അവിടെയും ഒരു സ്ഥലസഭാ ലക്ഷ്യം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മിനിസ്ട്രികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മറ്റ് സ്ഥലസഭകളിൽ ബൈബിൾ ക്ലാസ്സിന് ക്ഷണിക്കുകയും ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് നെയ്യാറ്റിൻകര, അതുപോലെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ കടന്നു പോവുകയും ദൈവവചനം സൂക്ഷിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം അവസരം നൽകുന്നു. ദൈവവചനം പഠിപ്പിക്കുവാനും അതുപോലെ പ്രസംഗിക്കുവാനും
വിവിധ നിലകളിൽ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതും അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, രണ്ട് വ്യക്തികൾ എനിക്ക് കൂട്ടായ്മ നൽകിയ വിഷയമാണ്. ഒന്ന്, വളരെ കാലം പരസ്യയോഗം ആയിട്ട് നടന്ന ജോൺ ഉപദേശി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരുപക്ഷെ തിരുവല്ല, കുമ്പനാട് ആ ഭാഗങ്ങളിലൊക്കെയും സഞ്ചരിച്ചിട്ടുള്ളവർക്ക് പരിചയമുണ്ട്. ആ ജീവിത രീതിയും കാര്യങ്ങളും ഒക്കെ കാണുന്നവർക്ക് വളരെ ഒരു സാധു മനുഷ്യനാണ്, ഒരു ദരിദ്രം ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ അദ്ദേഹത്തെ ആ ദൈവദാസൻ എനിക്കൊരു കൂട്ടായ്മ ഇങ്ങോട്ട് തരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് തന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഒരു വിധവയായിരിക്കുന്ന ഒരു സഹോദരി ഒരു ദിവസം ഒരു 5 രൂപ കൂട്ടായ്മ നൽകി. കാരണം അവർക്ക് അന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ നേർപകുതിയാണത്. കാരണം ഇവിടെ റബ്ബർ ടാപ്പിംഗ് ഉണ്ട്. റബ്ബർ ടാപ്പിംഗ് ജോലിക്ക് ഈ പാല് അത് ശേഖരിക്കുന്നവർക്ക് അന്ന് കിട്ടുന്ന ശമ്പളം, ചില വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കുമ്പനാട് പഠിച്ചിട്ട് വരുന്ന ആദ്യത്തെ സമയം, ഒരു ദിവസത്തെ ശമ്പളം 10 രൂപയേ ഉള്ളൂ. അതിൽ നേർപകുതിയാണ് ഈ 5 രൂപ എന്ന് പറയുന്നത്. എന്നെ വളരെയധികം കണ്ണുകൾ നിറയുമാറാക്കിയ ഒരു സംഭവമാണ്. തന്നെയുമല്ല, ഞാനും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ ഒരു എക്സ്പീരിയൻസിലേക്ക് നടത്തിയ ഒരു സംഭവം കൂടെയായിരുന്നു. കൂടാതെ കർത്താവിൻ്റെ വേലയ്ക്ക് പോയ സ്ഥലത്ത് സംഭവിച്ചൊരു കാര്യം പറയാനായിട്ട്, ബീഹാറിൽ 2018 ഞാൻ പ്രവർത്തനത്തിനായിട്ട് കടന്നുപോയി. ഈസ്റ്റ് ചമ്പാരൻ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കാനായിട്ട് കടന്നുപോയ സമയത്ത് ഞങ്ങൾ അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ കടന്ന് ഒരു ഉൾപ്രദേശത്ത് സുവിശേഷ പ്രവർത്തനമായിട്ട് കടന്നുപോയപ്പോൾ അവിടെ ഞങ്ങളുടെ ടീമിൻ്റെ വാഹനം ഒരു ചതുപ്പിൽ പുതയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവിടെയുള്ള സഹോദരന്മാർക്കോ മറ്റാർക്കും തന്നെ അവിടെ യാതൊരു പരിചയമില്ലാത്ത, യാതൊരു നിലയിലും അവിടെ നിന്ന് അന്ന് രാത്രി ഞങ്ങൾക്ക് വാഹനം കൊണ്ട് പോരാൻ കഴിയുമോ എന്ന് സംശയിക്കത്തക്കവണ്ണമുള്ള വലിയൊരു പ്രതിസന്ധിയായി തീർന്നു. അതിൻ്റെ കൂട്ടത്തൊരു മഴയും പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയും അവിടെ നിന്ന് ആ വാഹനവുമായിട്ട് അന്ന് പോരാൻ കഴിയത്തില്ല, നമുക്കൊരു സ്കൂൾ വരാന്തയിൽ കിടക്കാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ സമയത്ത് ദൈവം അപ്രതീക്ഷിതമായിട്ടൊരു ട്രാക്ടറുമായിട്ട് ഒരു മനുഷ്യനെ ആ ഭാഗത്ത് അയക്കുകയും ഞങ്ങളെ അവിടെ നിന്ന് വാഹനവുമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതുമായിരിക്കുന്ന ഒരു സംഭവം അന്ന് ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വളരെയധികം അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകൾ പിന്നിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. കൂടാതെ ഈ നാളുകളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എപ്രകാരമായിരിക്കണം, ഞാൻ പല ട്രെയിനിങ്ങുകൾക്കും പല കുടുംബ സംഗമങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് ഈ ഗോൾ സെറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എന്തായിരിക്കണം ഒരു സുവിശേഷകന്റെ ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഞാൻ എഴുതേണ്ടത്? സഭാ സ്ഥാപനമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളാണോ, എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മുൻപ് ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പ്രത്യേക മനസ്സ് ആയിരുന്നു. എന്നാൽ ദൈവം എനിക്ക് കൃത്യമായി അതിന് ഉത്തരം നൽകി. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. കർത്താവിൻ്റെ കരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. മുൻപൊരു ദൈവദാസൻ എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ അതിൽ കുറിച്ചത് ഞാൻ ഓർക്കുന്നു, കർത്താവ് എന്നെ ഒരു സ്പൂണാക്കി ഉപയോഗിക്കണമേ എന്ന്. അതിൻ്റെ ആശയം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സ്പൂൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പാചകം ചെയ്യുന്ന സ്ഥലത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. പഞ്ചസാര എടുക്കണം, ഉപ്പ് എടുക്കണം, മല്ലിപ്പൊടി എടുക്കണം, എല്ലാറ്റിനും ആവശ്യമുണ്ട്. പക്ഷേ പലപ്പോഴും അലക്ഷ്യമായിട്ട് ഇതിനെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര കലക്കിയ ശേഷം അലക്ഷ്യമായിട്ട് സ്പൂണിനെ എവിടെയെങ്കിലും അങ്ങിടും. അടുത്ത് പഞ്ചസാര എടുക്കാൻ നേരത്താണ് ഇതിനെ അന്വേഷിക്കുന്നത്. അപ്പോൾ വീണ്ടും എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അതിനെ പ്രത്യേകിച്ച് ഒരു വില അധികമായിട്ട് അങ്ങനെ കൽപ്പിക്കാറില്ല. പക്ഷെ എല്ലായിടത്തും അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കർത്താവിന് ഹിതകരമായ നിലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം,
അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിത ലക്ഷ്യമായിട്ട്, ഒരു ഗോൾ സെറ്റിംഗ് ആയിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. വിശ്വാസത്തിൽ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എന്നെ ദൈവം മുന്നോട്ട് നടത്തുന്നതായിരിക്കുന്ന ആ ഒരു വിഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ 2 സ്ഥലങ്ങളിൽ വൈകിയാണെങ്കിലും സ്ഥലം സഭകൾ രൂപീകരിക്കപ്പെടണം. അങ്ങനെ ഒരു വിശ്വാസം, അത് സാധ്യമാക്കി തീർക്കുന്ന വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രത്യാശ എന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ തൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. അതിന് ദൈവം ബലപ്പെടുത്തും എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശയായിട്ട് മുന്നിലുള്ളത്. ഇനിയും ദൈവം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനവധിയായിരിക്കുന്ന കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായിട്ട് തീരും. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് വലിയ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് എൻ്റെ വൈഫിൻ്റെ ജീവിതത്തിൽ അവൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വയറുവേദന ഉണ്ടായി. ഞങ്ങൾ SIT ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ അത് യൂട്രസിൽ ഒരു ട്യൂമർ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ ദിവസങ്ങളിൽ നമുക്കറിയാം, കോവിഡിന്റെ ആ ലോക്ക്ഡൗൺ ടൈമാണ്. ആരുടെയും കാശില്ല, എല്ലാവരും വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആരുടെയും അടുത്ത് പോയി എന്തെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. സൂം മാധ്യമങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ആയി വരുന്ന ഒരു സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു സംവിധാനത്തെ കുറിച്ച് ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഈ സൂം എന്ന് പറയുന്ന സംഭവം. ആ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാനും ഈ സൂം എങ്ങനെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവം ആ സമയത്ത് അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി. 50,000-ലധികം രൂപ ഒരേ സമയത്ത് ആവശ്യമായി വന്ന ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ അനുഭവിച്ചു അറിയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ നിലയിൽ ദൈവത്തിന്റെ ആ കരുതലും വിശ്വസ്തതയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വെല്ലുവിളികൾ അല്ലെങ്കിൽ എതിരുകൾ എന്താണ് എന്നുള്ളതിന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കാണ്. അതായത് ക്രൂശിന്റെ സ്നേഹിതരായി, കർത്താവിന്റെ വേലക്കാരായി തന്നോടൊപ്പം നിൽക്കുകയും എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ക്രൂശിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാതെ ആ ലോകത്തെ സ്നേഹിച്ച് പോയ ചില പ്രിയപ്പെട്ടവരെ അപ്പോസ്തലൻ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാര് ഇന്നുമുണ്ട്. അങ്ങനെയുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നെ അധികം പ്രയാസത്തിലാക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റ് നിലകളിലുള്ള എതിരുകളോ പ്രതിസന്ധികളോ തീർച്ചയായിട്ടും അത് ദൈവം അനുവദിച്ചതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അവിടെ ഒരു പ്രവൃത്തി, ദൈവത്തിന്റെ ഒരു മഹത്വം വെളിപ്പെടുത്തുവാനായിട്ടാണ് ദൈവം ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആ വിധത്തിൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചാക്കിയത് കൊണ്ട് നാം അത് വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ടുള്ള ദൈവകൃപയും നമുക്ക് നൽകിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നെ ദൈവവചനത്തിൽ ഉറപ്പിക്കുകയും കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുവാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വചനമാണ് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്ന ഒരു വചനം. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഈ 2 പ്രബോധനങ്ങൾ എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഇത് തന്നെയാണ്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിൽ നാം ഏൽക്കേണ്ടി വരുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ ഒന്നും അവിചാരിതമായി വന്നുകൂടുന്നതല്ല. ദൈവം അനുവദിച്ചിട്ട് കടന്നു വരുന്നതാണ്. അത് പൂർണ്ണമായും തന്റെ മഹത്വത്തിനാക്കി തീർക്കും എന്നുള്ള വിശ്വാസവും ധൈര്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നു. പ്രത്യേകാൽ
ദൈവജനത്തിന്റെ പ്രാർത്ഥന അതിന് പിൻബലമായി തീരുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കൂടാതെ സുവിശേഷകന്റെ പ്രവൃത്തി. ഇന്ന് അനേകം സുവിശേഷകന്മാർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് സുവിശേഷകന്റെ പ്രവൃത്തി. അതിനെക്കുറിച്ച് ഒരു ലിഖിതമായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് സുവിശേഷകൻ ചെയ്യേണ്ടതെന്നൊരു ഡെയിലി റൂട്ടീനായിട്ട് വേദപുസ്തകത്തിൽ തന്നിട്ടില്ലെങ്കിലും ദൈവാത്മ സഹായത്തോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവദാസനും അത് ദൈവം വെളിപ്പെടുത്തി നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും ദൈവം അങ്ങനെ തന്നെ കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുണ്ട്, ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം തൻ്റെ വേല എപ്രകാരമാണ് കഴിഞ്ഞ നാളുകളിൽ അനേകരെ ഉപയോഗിച്ച് ചെയ്തത് എന്നുള്ളത് ഞാൻ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെയധികം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന അനുഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ കുഞ്ഞുങ്ങളുടെ മധ്യയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പറയുവാനായിട്ടിടയായി. എന്നെ ആ കുഞ്ഞുങ്ങളുടെ മധ്യയുള്ള പ്രവർത്തനത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള മിഷണറി സ്റ്റോറി ഞാൻ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തെരുവിൽ അലയുന്ന കുഞ്ഞുങ്ങളോട് ദൈവവചനം പറയുവാൻ, അവരെ ദൈവവചനം അഭ്യസിപ്പിക്കുവാൻ തൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായ സംഭവം എന്താണെന്ന് ഞാൻ അതിൽ നിന്നും ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയത്, അദ്ദേഹം ഒരു ദിവസം ദിനപത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ചില യുവാക്കന്മാർ ചേർന്ന് അവരുടെ സഹപാഠിയായ ഒരു ചെറുപ്പക്കാരനെ അവർ വിവിധ നിലകളിൽ ഉപദ്രവിച്ച് അവനെ കൊലപ്പെടുത്തിയതും അതിൻ്റെ അനന്തരമായിട്ട് ഇത്രയും യുവാക്കന്മാര്, ഏകദേശം 9ഓളം യുവാക്കന്മാരെന്നാണ് എൻ്റെ ഓർമ്മ, അത്രയും പേര് ജയിലിലായതായിരിക്കുന്ന ഒരു സംഭവം അതിനകത്ത് വരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദൈവദാസനാണ്, ഡേവിഡ് വിൽക്കേഴ്സൺ. അദ്ദേഹം രാവിലെ ഈ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ന്യൂസ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് കുഞ്ഞുങ്ങളെ പോയി കാണണം. ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പ്രേരണയായിട്ട് അതിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല, ന്യൂയോർക്ക് വരെ പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട്. തന്നെയുമല്ല, ഞാൻ ഇവരെ കാണാൻ വന്നെന്ന് പറഞ്ഞ ഉടനെ അവരാരും കാണിക്കത്തില്ല, കാരണം അവരുടെ റിലേറ്റീവ്സ് അല്ല. എന്തുദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ വേണ്ടത്ര നിലയിൽ കെയർ ചെയ്യുന്നവരല്ല, അവരെ തെരുവിൽ ജീവിക്കുന്നവരാണ്. അവര് അന്വേഷിച്ച് ഒരു ദൈവദാസൻ പോയെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിനും അതൊരു അഭിമാനത്തിനും അതൊരു ക്ഷതം വരുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു ടെലിവിഷൻ വിറ്റ് അതും സുവിശേഷ വേലയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ട് താന് കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മധ്യേ കടന്നുപോയി പ്രവർത്തിച്ചതും അദ്ദേഹത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം അനുഭവിച്ചതായിരിക്കുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ ഞാൻ അത് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹൃദയത്തിൽ പതിയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ വികാരം എന്നെ ഈ കുഞ്ഞുങ്ങളുടെ മധ്യയുള്ള ആത്മീയ പ്രവർത്തനങ്ങളിൽ എന്നെ വളരെയധികം ശക്തീകരിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺ ഹാർപ്പർ എന്ന് പറയുന്ന ദൈവദാസൻ ടൈറ്റാനിക് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസൻ ആ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു സംഭവം. അദ്ദേഹം ആ ലൈഫ് ജാക്കറ്റ് ധരിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു യുവാവ് ഇങ്ങനെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അദ്ദേഹം മരണത്തെ ഉൾക്കുവാനായിട്ട് പോവുകയാണ്. ജോൺ ഹാർപ്പർ അദ്ദേഹത്തോട് ചോദിച്ചു, യു ആർ സാൽവേഷൻ, യു ആർ സേവ്ഡ്, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ച വാക്കുകളുടെ അർത്ഥം ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയ അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ തന്നെ ജോൺ ഹാർപ്പർ അദ്ദേഹത്തിന്റെ ലൈഫ് ജാക്കറ്റ് ഊരി ആ ചെറുപ്പക്കാരൻ നേരെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിട്ടുകൊണ്ട് നീ രക്ഷപ്പെട്ടുകൊള്ളണം, നീ സ്വർഗത്തിലെത്തുവാൻ നീ രക്ഷകനെ അംഗീകരിച്ചേ മതിയാവും. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ ഇതിലായതുകൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. ഞാൻ ഈ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പോയാലും
എൻ്റെ നിത്യത സ്വർഗത്തിലായിരിക്കും. ഞാൻ അവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ഇത് ധരിച്ച് രക്ഷപ്പെട്ട് നീ ദൈവമകനായി തീർന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം മരണത്തെ സ്വീകരിച്ചു. പിന്നീട് ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുകയും അദ്ദേഹം പിന്നീട് ഈ സാക്ഷ്യം പോയി അനേകയിടങ്ങളിൽ പറയുകയും അനേകരെ നേടുകയും ചെയ്തായിരിക്കുന്ന ഒരു സംഭവം ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ഈ മിഷണറി സ്റ്റോറിയാണ്. ആ നിലയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചവരും കഷ്ടം അനുഭവിക്കുവാൻ മുന്നോട്ടിറങ്ങിയവരുമായിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഭരിക്കുവാനായിട്ടിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഈ നാളുകളിൽ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുമ്പോൾ അധികം ശ്രദ്ധയോടുകൂടെ കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയും കരുതലും കഴിഞ്ഞ നാളുകളിൽ ധാരാളം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവസരം നൽകി തന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഈ വിഷയങ്ങളെ സമർപ്പിക്കുകയാണ്. എൻ്റെ വൈഫിനെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, തുടർന്നും അവരെ ദൈവ ഭയത്തിൽ വളർത്തിയെടുക്കുവാനായിട്ടും ഇടയായിട്ട് തീരുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ വിരമിക്കുന്നു. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനിൽ നിന്ന് തന്റെ ജീവിത സാക്ഷ്യവും കർത്താവ് നടത്തിയ വിധങ്ങളും പ്രവർത്തന മേഖലയെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സുവിശേഷകന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നിറഞ്ഞ് ഒന്നിനും മുട്ടില്ലാത്തൊരു ജീവിതമല്ല. അനേക ആവശ്യങ്ങളും ഭാരങ്ങളും വേദനകളും നിരാശകളും ഒക്കെ നിറഞ്ഞതായിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു ദൈവദാസൻ ഒരിക്കലും തളർന്നു പോവുകയല്ല. ധൈര്യത്തോടെ നിലനിന്ന് അവരോട് കൂടെയുള്ള ആ കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കടമ, കർത്തവ്യം എന്ന് പറയുന്നു. ആവശ്യങ്ങളുടെ മധ്യത്തില്, ഭാരങ്ങളുടെ മധ്യത്തില് വഴി തുറന്നു തരുന്ന ഒരു കർത്താവ്, മാർഗം തുറന്നു തരുന്ന ഒരു കർത്താവ്, ആരും അടയ്ക്കാതെ ചില വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുമ്പോൾ ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ദൈവം നമുക്ക് വേണ്ടി വഴിയും വാതിലും തുറന്നു തരും. പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് ആയിരിക്കാനും കർത്താവിന്റെ വേലയിലായിരിക്കാനും ഒക്കെ ഇടയായി തീർന്നു. അഭേദ്യമായ ഒരു സ്നേഹബന്ധത്തിൽ തുടരുവാനും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം നിയോഗിച്ചിരിക്കുന്ന, നൽകി കൊടുത്തിരിക്കുന്ന ആ ശുശ്രൂഷ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം എല്ലാ കൃപയും ബലവും നൽകട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും കർത്താവിന്റെ ദാസനോടുകൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം കേൾക്കുന്ന നാമും പ്രിയദാസിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതുവരെയും വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് കർത്താവിന്റെ ദാസൻ, മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുഗ്രേച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് നമ്മളെ വിട്ട് കടന്നുപോയത്. ഈ ശനിയാഴ്ചയിൽ നമുക്ക് ഈ സൂം മീറ്റിങ്ങിൽ കൂടി ഒന്നിച്ചു കൂടുവാനും മനോഹരമായ പാട്ടുകൾ കേൾക്കുവാനും വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനും ദൈവം നമുക്ക് ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനു വേണ്ടി ഇന്ന് മാറ്റിവെച്ച് ഈ ശുശ്രൂഷ എത്രത്തോളം അനുഗ്രഹമാകുവാൻ തക്കണം സഹായിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. കടന്നു വന്ന് രണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പ്രിയ രാജീവ് ജോർജ് സഹോദരൻ ദോഹയിൽ നിന്ന് പാടുവാൻ ദൈവം ഇടവരുത്തി. പ്രിയ സഹോദരനോട് ഞങ്ങളുടെ മനുഷ്യരുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. അതുപോലെ കർത്തൃദാസൻ വിജയദാസ് അലക്സാണ്ടർ ചിറ്റിക്കോണം, പ്രിയദാസന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമുക്കിന്ന് കേൾക്കുവാൻ ഇടവരുത്തിയത്. ദൈവം നടത്തിയ വിധങ്ങൾ അത് നമുക്ക് പറഞ്ഞു തീരുവാൻ സാധിക്കത്തില്ല. അതുപോലെ ഉള്ള ചുരുക്കമായിട്ടാണ് നാം കേട്ടതെങ്കിലും എത്രയോ കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. തന്റെ ജീവിതത്തിൽ ദൈവം എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കത് കേൾക്കുവാൻ ഇടവരുത്തിയത്. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
പ്രിയ കർത്തദാസനെ അതിനുവേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിനായിട്ട് അതിന്റെ സ്തോത്രം. യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് അതൊരു സന്തോഷത്തിനും ഒരു ഉത്സാഹത്തിനും തീർച്ചയായിട്ടും നടക്കും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. തുടർന്ന് മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനുള്ള അവസരമുണ്ട്. തുടർന്ന് മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിന് പുറകിൽ അധ്വാനിക്കുന്ന സഹോദരൻ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഓർക്കണം. മാത്രമല്ല വിജയദാസ് സഹോദരൻ പറഞ്ഞ പോലെ പ്രിയ സഹോദരിയെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം, കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം ചെലവുള്ള കാലങ്ങളാണ്. എന്നിരുന്നാലും ദൈവം അതിശയമായ രീതിയിൽ പ്രിയ കർത്തദാസനെ നടത്തുന്നു, ഇനിയും നടത്തും. ആ വിശ്വാസമാണ് നമുക്കുള്ളത്. പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് അറ്റ്ലാന്റയിലുള്ള തോമസ് എബ്രഹാം അച്ഛൻ ഫ്രീ ആണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സുഖി പിതാവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് തിരുസന്നിധിയിലിരുന്ന് വിലയേറിയ അവിടുത്തെ ദാസന്റെ സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ചില നാളുകളായിട്ട് ട്രിവാൻഡ്രത്തുള്ള നെടുമങ്ങാട് പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന നിന്റെ ദാസൻ വിജയദാസ് അലക്സാണ്ടറിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളിലും കർത്താവെ, നെയ്യാറ്റിൻകരയിലും അരുവിക്കര മുതലായ സ്ഥലങ്ങളിലൊക്കെ തനിക്ക് പോയി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളെ നൽകി കഴിഞ്ഞ നാളുകളിൽ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ആ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിപ്പാനും പല ആത്മാക്കളെ കർത്താവിലേക്ക് നേടുവാനും താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥലം സഭകളൊക്കെ രൂപപ്പെടുവാനും ഭാവിയിൽ കർത്താവ് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കുവാനും കർത്തൃവേലയിലേക്ക് തിരിയുവാനും നീ അവനെ എടുത്തുപയോഗിച്ചു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോരോ സ്ഥലങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും വിവിധ നിലകളിൽ കർത്താവെ പലരെയും അവിടുത്തെ വേലയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ മാനപാത്രങ്ങളായിട്ട് അവിടുന്ന് ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിൽ അവിടുത്തെ വചനവും കർത്താവിന്റെ നാമവും വേണ്ട നിലയിൽ അംഗീകരിക്കുന്നില്ല എങ്കിലും ഒരിക്കൽ ഈ ഭൂമിയിലും സ്വർഗത്തിലും കർത്താവെ, നിന്റെ മക്കൾക്കും നിന്റെ ദാസന്മാർക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, അവരുടെ പദവികളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ കർത്താവെ അനേകർക്കും ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ, നിന്റെ ദാസന്മാരിൽ കൂടി അനേകരിൽ കൂടി അവിടുന്ന് പ്രവർത്തിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയദാസിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപകളൊക്കെയും വരുന്ന നാളുകൾ അവർക്ക് നൽകി അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ, ഇടയാക്കണം. അനേകർക്കും ഈ വിധത്തിൽ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ സാക്ഷ്യം പരസ്യമായിട്ട് പറയുവാനും കേൾക്കുന്ന ദൈവജനത്തിന് അത് അനുഗ്രഹമായി തീരുവാനും അവരുടെ ആത്മീയ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്നതും പ്രത്യാശ നൽകുന്നതുമായിട്ട് തീരുവാൻ ഇടവരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാൽവറി നാദം പ്രോഗ്രാമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. കർത്താവെ, സന്തോഷ് ബ്രദറിനെയും റോയ് ബ്രദറിനെയും ഇക്കാര്യത്തിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വരുന്ന ആ ദിവസങ്ങളിൽ അത് വർദ്ധിച്ചു വരുവാനും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് തീരുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇന്നും ഞങ്ങളെ സഹായിച്ചു എന്നോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വരുന്ന നാളുകളിൽ അവിടുത്തെ കൃപ ഇവരോട് കൂടെ ഇരുന്ന് അവിടുന്ന് സഹായിക്കുമാറാകണമേ. കർത്താവിന്റെ നാമം
മഹിമപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്ഷിതാവുമായി യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിലെ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി, പ്രത്യേകിച്ച് ഇന്ന് സാക്ഷ്യം പറഞ്ഞ കർത്താവിന്റെ ദാസനോടുകൂടി എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.